Hello guys, welcome to our YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഓണം ഇന്നലെ ആയിരുന്നു അത്തം 1. അപ്പോൾ ഇത് 2ാമത്തെ ദിവസമാണ്. അപ്പം ഇന്നൊരു ബിസി ഡേ ആണ്. നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം, ഉണ്ണിമോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം, പിന്നെ ട്രസ്റ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ബിസി ഡേ ആണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഓണവും കാര്യങ്ങളൊക്കെ എവിടം വരെ ആയി. നിങ്ങളിത് കാണുന്നത് ചിലപ്പോൾ 3-ാം തീയതി ആയിരിക്കും. ഓണം തുടങ്ങി 3-ാം ദിവസമായിരിക്കും നിങ്ങൾ ഈ വ്ളോഗ് കാണുന്നത്. എല്ലാവരും ഓണമൊക്കെ എവിടം വരെ ആയെന്ന് കമന്റ് ബോക്സിൽ എന്തായാലും കമന്റ് ചെയ്യണം. ഞങ്ങളെ കുടുംബത്തിലേക്ക് 2 പുതിയ അതിഥികളും കൂടെ വന്നിട്ടുള്ള ആദ്യത്തെ ഓണമാണ്. ഇന്നത്തെ ഒരു ബിസി ഡേയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇന്നും നമ്മളെ ട്രസ്റ്റിൽ അന്നദാനം തന്നെയാട്ടോ ഉള്ളത്. ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. അത് എന്താണല്ലേ? അപ്പൊ ഗൈസ്, ഞാൻ പറയാൻ വന്ന വേറൊന്നുമല്ല ഗൈസ്, ഇതാണ് അഗാരോയുടെ കോസ്മിക് പ്ലസ് ഓക്സിലേറ്റിംഗ് ടൂത്ത് ബ്രഷ്. കൂടാതെ 99% നമ്മുടെ പല്ലിൽ അടിഞ്ഞിരിക്കുന്ന കറകളും കാര്യങ്ങളും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. അത് മാത്രമല്ല ഗൈസ്, അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ. അഗാരോയിൽ വെച്ച് ഞാൻ പർച്ചേസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എന്റെ ഫേവറേറ്റ് ഒന്നുമാണ് ഈ ബ്രഷ്. ഈ ഒരു ബോക്സിൽ വരുന്നത് ചാർജിങ് കേബിൾ, യൂസർ മാനുവൽ, ബ്രഷ് ഹെഡ്, ഹാൻഡിൽ, ഇതൊക്കെയാണ് വരുന്നത്. IP x7 വാട്ടർ പ്രൂഫ് ടെക്നോളജിയുമാണ്. കൂടാതെ റീപ്ലേസബിൾ ബ്രഷ് ഹെഡുമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ. ഇവിടെയാണ് നമ്മുടെ ഓഫ് ഓണും ബട്ടൺ വരുന്നത്. കൂടാതെ ഇതാ നമുക്ക് 3 സ്മാർട്ട് മോഡ്സും വരുന്നുണ്ട്. ക്ലീനിങ് മോഡ്, അതുപോലെ തന്നെ സെൻസിറ്റീവ് മോഡ്, പിന്നെ മസാജ് മോഡ്. ഇപ്പം കണ്ടില്ലേ, 3 ടൈപ്സ് ഓഫ് സ്മാർട്ട് മോഡ്സ് ആണ് വരുന്നത്. നമുക്ക് ഓരോ മോഡ്സിനനുസരിച്ച് നമുക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവർ ലൈറ്റും മറ്റു കാര്യങ്ങളും ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കൂടാതെ നമുക്ക് ചാർജിങ് പോർട്ടായിട്ട് USB ആണ് വരുന്നത് കേട്ടോ. ഇതാണ് മറ്റ് കേബിള് കാര്യങ്ങൾ. കൂടാതെ അപ് ടു 21 ഡേയ്സ് ബാറ്ററി ലീവ് വിത്ത് ജസ്റ്റ് 4 hours ഫോർ ചാർജിങ്. ഈ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി കാണുമല്ലോ. അത് മാത്രമല്ല ഗൈസ്, റൗണ്ട് ഹെഡ് വിത്ത് ഓസിലേറ്റിംഗ് മോഷനുമാണ്. കൂടാതെ 2 year വാറന്റിയുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് 1 പ്രൊഡക്റ്റ് ആണ് ഇതാ ഈ ഒരു ബ്രഷ് കേട്ടോ. ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയത്തില്ല. എഫക്റ്റ് എന്ന് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെയാണ് ഞാൻ എഫക്റ്റ് എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ ട്രൈ മസ്റ്റ് ആണ്. അപ്പോൾ അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ. കണ്ടില്ലേ, എൻ്റെ പല്ല് എത്ര പെട്ടെന്നാണ് ഇതാ വെളുത്തതെന്ന്. എന്ന് വെച്ചാൽ പല്ലിക്കാത്തതൊന്നുമല്ല, എന്നാൽ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങണം. പ്രോഡക്റ്റ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം. കൂടാതെ ഡിസ്ക്രിപ്ഷനിൽ മറ്റു ഡീറ്റെയിൽസും കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ ഗൈസ്, ഇതിന്റെ കാര്യം പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ എന്റെ തോരാതെ ഇതിന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി അഗാരോന്റെ പ്രൊഡക്റ്റ് ആട്ടോ. എനിക്ക് ഇതുവരെ അഗാരോന്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ ഇലക്ട്രിക് ബ്രഷ്. അപ്പൊ ഗൈസ്, ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടൊക്കെ വന്ന അപ്പം എനിക്ക് എനിക്ക് രാവിലെ പോയതാ. ഇപ്പൊ ഒരു 3 മണി 4 മണി ആയി ഇപ്പം വന്നപ്പോഴത്തേക്ക്. അപ്പം വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത്തെ കാര്യം, ഉണ്ണിമോള് നിർബന്ധമായിരുന്നു, നമുക്ക് വയ്യാണ്ടിരിക്കുക, കഫക്കെട്ടൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പം വീഡിയോസും കാര്യങ്ങളും ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല. വിചാരിച്ചെന്ന് പറയുമ്പം രാവിലെ പോയിട്ട് ഒരു 10-11 മണിയാകുമ്പോൾ അന്നദാന സമയമാകുമ്പോൾ നമ്മൾ ട്രസ്റ്റി വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പറ്റിയില്ല. എനിക്കപ്പോൾ വ്ളോഗും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പ്ലാൻ ചെയ്തത് കൂട്ട് സത്യത്തിൽ നടന്നതേ ഇല്ല. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റ് ആവുകയും ചെയ്ത്. പിന്നെ ഫുഡ് കഴിച്ച് അവൾ ഡ്രസ്സൊക്കെ മാറ്റി അവൾക്കും ആഹാരമൊക്കെ കൊടുത്ത് സമയം പോയത് അറിഞ്ഞതേ ഇല്ല. ഗൈസ്, ഈ ഒരു വീഡിയോയിൽ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അത് ഞാൻ എന്താണെന്ന് നിങ്ങളോട് വഴിയേ പറയാം. നമുക്ക് ആ വിശേഷങ്ങൾ വഴിയേ കാണാം കേട്ടോ. അപ്പം ആദ്യം തന്നെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. അതുകൊണ്ട് സോറി കേട്ടോ. കാരണം ഞാൻ ആദ്യമേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓൾറെഡി കേട്ട് കാണും. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ 2ാം ഓണമാണ്. അപ്പോൾ 2ാമത്തെ ദിവസമാണ് ഓണം സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ വ്ളോഗായിരിക്കും ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പറ്റിയില്ല. സത്യത്തിൽ ബിസി ഡേ ആണ്. ഫുൾ ബിസി ആയിട്ടുള്ള ഒരു ഡേ ആണ് സത്യത്തിൽ ഇന്ന്. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ വഴിയേ കാണാം കേട്ടോ. ഗൈസ്, നമ്മൾ സൂത്തേട്ടൻ്റെ ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. അപ്പം ഉണ്ണിമുള്ള കാര്യം അറിയാമല്ലോ, ക്യാമറ കണ്ട ഈ ചിരിയായിരിക്കും പിന്നെ ആളുടെ മുഖത്ത് കേട്ടോ. അപ്പം ഇതാ നമ്മളോട് പൊടിച്ചാമയൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ അടൂരെത്തിയിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൂട്ടറിൻ്റെ ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യാനില്ല, അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം സൂട്ടറിൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളും എങ്ങനെയെന്ന് അറിയത്തില്ല. പിന്നെ നമ്മൾ പറയുന്നത് ഉണ്ണിമോളുടെ ഹോസ്പിറ്റൽ വ്ളോഗ് എടുക്കുമ്പോഴത്തേക്ക് അതാണെന്ന് പറഞ്ഞിട്ടാണ് സൂട്ടറിന് മുമ്പേക്ക് ഈ വീഡിയോ ഓണാക്കി വെക്കാൻ പോകുന്നത്. അല്ലേ ഉണ്ണിയാണ്? അപ്പം നമുക്ക് എന്താവോ എന്ന് വഴിയേ കാണാം. ഫുൾ വീഡിയോ എല്ലാവരും ഇരുന്ന് കാണണം. എവിടെ എത്തി? TNT അടൂർ. ഓ,
ഇനി അങ്ങോട്ട് ചിക്കൻ എല്ലാം കടിച്ചു പുറത്തു കൊടുത്ത് കേക്കും തിന്ന് ആ ചിക്കൻ കടിക്കാൻ പോകുന്നതിന്റെ വിഷമത്തിലാണ് പൊടിച്ചു മാമി. ചേച്ചി അതെങ്ങനെ കടിക്കണമെന്ന് ആലോചിക്കുന്നു. അജുവണ്ണ അതെങ്ങനെ കഴിച്ച് തീർക്കുമെന്ന് ആലോചിക്കുന്നു. ഉണ്ണിമോള് എപ്പോൾ കരയണമെന്ന് ആലോചിക്കുന്നു. സാധനമുണ്ട് ഇവിടെ. ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ചിക്കനേക്കാളും റൈസിനേക്കാളും ഏറ്റവും ഇഷ്ടം ആ മാംഗോ സലാഡ്. ഭയങ്കര ഇഷ്ടം. അനാമി അന്ന് ബിഗ് ഫാനാണ്. ഗൈസ് നമ്മളിങ്ങനെ ഇവിടെ വന്നിരിപ്പുണ്ട്. ഒന്നും അറിയാതെ ഇരിക്കുക. ഫുഡ് ഫുൾ ഓർഡർ ചെയ്തേക്കുന്ന ആളാണ്. ഹലോ ഹായ്. യെസ്, അതെ ഞാൻ തന്നെ. ഒരു ബോട്ടിലെ മയോണൈസ് ഇല്ലെന്നും പറഞ്ഞ് മറ്റേ ബോട്ടിലെ മയോണൈസിന് വേണ്ടി അടികൊടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ നാത്തൂനെയാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? പ്രതീക്ഷിച്ച അച്ചുവിന്റെ പിറന്നാളായിരുന്നു. അച്ചു അറിഞ്ഞില്ല നമ്മളിന്ന് വന്ന് അച്ചുവിന്റെ പിറന്നാൾ ഇന്ന് അച്ചു ഒരു ഇതൊക്കെ എടുത്ത് ഇത് കണ്ടോ? ഇന്ന് സുജിത്ത് ജയന്തി. താങ്ക് യു മമ്മ. ഒരു ബ്ലോഗ് എടുക്കണേന് കുഴപ്പമില്ലല്ലോ. പ്രോഗ്രാം കഴിഞ്ഞു പോവുകയാണ്. ഞങ്ങളങ്ങനെ കഴിച്ചു. എന്റെ ഉണ്ണിവയർ നിറഞ്ഞു. ഇതിലാരാണ് ഗർഭിണി? എനിക്ക് സംശയം നിങ്ങൾ 3 പേരും ഒരേപോലെ തന്നെ. ഇത് 3 മാസം, ഇത് 4 മാസം, 6 മാസം, 7 മാസത്തിന്റെ വളക. ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? ഫുഡ് കൊള്ളായിരുന്നു. സൂപ്പർ ഫുഡായിരുന്നു. മനസ്സറിഞ്ഞ് കഴിച്ചു. സന്തോഷം, സമാധാനം. ഒറ്റ ഉറപ്പ് ഉറങ്ങുക. രാവിലെ പറ്റുമെങ്കിൽ ജോലിക്ക് വരിക, അല്ലെങ്കിൽ പിന്നെയും കിടന്നുറങ്ങുക. ഇത് തന്നെ. അങ്ങനെ ഗൈസ് ഫംഗ്ഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇപ്പം ട്രസ്റ്റിലെ വീട്ടിലാണ്. അപ്പം വീട്ടിലോട്ട് പോകാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ സമയം ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഉണ്ണിമോള് നല്ല ഉറക്കം ഞാൻ നിങ്ങൾക്ക് കാണിച്ചേ. ആള് നല്ല ഉറക്കം കേട്ടോ. നമുക്ക് അവളെ ശല്യപ്പെടുത്തണ്ട. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം കുറച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനിപ്പം ബിസി ഡേ എന്നും പറഞ്ഞാണ് വ്ളോഗ് തുടങ്ങിയെങ്കിൽ പോലും നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ദിവസം. പിന്നെ സുഹൃത്തേട്ടനെ വെച്ച് നോക്കുമ്പോൾ സുഹൃത്തേട്ടൻ അങ്ങനെ നേരത്തെ ബർത്ത്ഡേ കാര്യങ്ങളൊന്നും ആഘോഷിച്ചിട്ടില്ല കേട്ടോ. ആഘോഷിക്കുന്ന ആൾക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഇപ്പോൾ ഒരു 2-3 വർഷം കൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ബർത്ത്ഡേ ഒക്കെ നമുക്ക് കേക്ക് കട്ടിങ് ഒക്കെ ചെയ്യാനൊക്കെ പറ്റുന്നതും. ഇങ്ങനെ ഒരു സർപ്രൈസ് ആദ്യമായിട്ടാണ് സുഹൃത്തേട്ടന് കൊടുത്തത്. അപ്പം അതിന് മുൻകൈ എടുത്തത് ഭക്ഷേച്ചിയൊക്കെയാണ്. അപ്പം സുഹൃത്തേട്ടന് ഒത്തിരി ഹാപ്പി ആയിരുന്നു. അതിൻ്റെ കൂടെ ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. ഒത്തിരി ചിരിച്ചു, ഒത്തിരി സംസാരിച്ചു. അപ്പം എന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സന്തോഷവും, ചെറിയല്ല വലിയ സന്തോഷം തന്നെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാന്ന്. അപ്പം സത്യത്തിൽ ഇതൊരു ബിസി ഡേ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഐ മീൻ ഒരു ബർത്ത്ഡേ വ്ളോഗ്, സർപ്രൈസ് ബർത്ത്ഡേ വ്ളോഗായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എന്തായാലും നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റി. അടിപൊളിയായിരുന്നു. വിചാരിച്ച പോലെ സുഹൃത്തേട്ടൻ സർപ്രൈസായി. ആ ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റി. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തുമാവട്ടെ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. ബൈ ഫ്രം അനാമിക.